വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നാരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി, രാമ രാഘവ രാമ ലക്ഷ്മണകുമാര, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹം എന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജയിപ്പിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകളെ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. മുനീഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായ പുഴേ ഗംഗ കടന്നീടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവാ സത്യ പരാക്രമവാരിധേരമ, പോകുമാറില്ലേ വഴിയാരുമേതു കാലം. കാടിതു കണ്ടായോ നീ, കാമരൂപിണിയായ നാടക ഭയങ്കരിവാണിയിടം ദേശമല്ലോ. അവളെ പേടിച്ചാലും നേർവഴി നടപ്പില്ല. ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി, കൊല്ലണം അവളെ, നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറുഞാണൊലി ചെയ്ത് രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി, പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായ നേരം ഒരു ശരം അയച്ചു രാഘവനും ചെന്ന് താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജയ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യഗാനനേ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിനാരാസ്തയാ. പുലർകാലേ പുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെതിരേറ്റ് വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ. പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി